അപകടത്തിൽ മരിച്ച ഇർഫാന ഷെറിൻ്റെ വീട്ടിൽ നിന്ന് ശാന്തകുമാർ കൂടി ചേരുന്നുണ്ട്. ശാന്തകുമാർ, ആ വീട്ടിലെ സാഹചര്യം എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നറിയാം. ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തേണ്ട കുഞ്ഞാണ്. ഇന്നിപ്പോൾ രാവിലെ സ്വാഭാവികമായിട്ടും പരീക്ഷയ്ക്ക് പുലർച്ചെ എണീക്കേണ്ട കുഞ്ഞാണ്. ശാന്തകുമാർ പറയാം. ആതിര, അവരുടെ മൃതദേഹം ഏതാനും സമയത്തിനകം ഇവിടെ എത്തും. ഇർഫാന ഷെറിൻ്റെ വീടിന് മുന്നിലാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത്. ഇവിടേക്ക് അല്പസമയത്തിനകം മൃതദേഹം എത്തും. ഈ വീടിന് സമീപത്ത് തന്നെയാണ് ഈ മരിച്ച 4 കുട്ടികളെയും വീടുകൾ തമ്മിൽ ഏകദേശം ഒരു 400 മീറ്റർ മാത്രമാണ് വ്യത്യാസമുള്ളത്. അവർ ദിവസവും രാവിലെ നടന്ന് സ്കൂളിലേക്ക് പോകുന്നു, വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് നടന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. ആ രീതിയിൽ തന്നെയാണ് അവരുടെ സ്കൂളിലേക്കുള്ള യാത്രയാണ്. അങ്ങനെയുള്ള ഒരുമിച്ചുള്ള യാത്രയായിരുന്നു ഇന്നലെ. അവർ പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇർഫാനയുടെ ബന്ധുക്കൂടെ നേരത്തെ നമ്മൾ സംസാരിച്ച അജ്ന ഇർഫാന, അവർ ആ കുട്ടിയും ഒരുമിച്ചാണ്. ആ കുട്ടിയാണ് രക്ഷപ്പെട്ടത്. ആ കുട്ടി തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നേരത്തെ വിശദീകരിച്ചു. ആ കുട്ടി അല്പം പുറകിലായതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഒരു കുഴിയിലേക്ക് വീണു. ഇടിയുടെ ആഘാതത്തിനിടയിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു പറഞ്ഞു. അത് തന്നെയാണ് ഇനി ഇപ്പോൾ ഈ മൃതദേഹം ഏതാനും സമയത്തിനകം തന്നെ വീട്ടിലേക്ക് എത്തിക്കും. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെയുള്ളത്. 8 മണി വരെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം, അതാത് വീടുകളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഇവിടെ നിന്നും 4 കുട്ടികളുടെയും മൃതദേഹം തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റും. അവിടെയാണ് എല്ലാവർക്കും പൊതുദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ജുമാ നമസ്കാരത്തിന് മുമ്പ് ഈ ചടങ്ങുകൾ, ഈ കബറടക്ക ചടങ്ങുകൾ എല്ലാം പൂർത്തിയാക്കണമെന്ന് അവരുടെ ഒരു വിശ്വാസമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി 12 മണിക്ക് മുന്നേ തന്നെ ഈ കബറടക്ക സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള ഒരുക്കത്തിലാണ്. അതായത് തുപ്പനാട് ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിലാണ് ഇത് 4 പേർക്കും ഒരിടത്ത് തന്നെ കബറിടം ഒരുക്കിയിട്ടുള്ളത്. അതായത് ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സുഹൃത്തുക്കൾ, ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്ന, ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന, ഒരുമിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ മദ്രസ പഠനം കാലം ഉൾപ്പെടെ വളരെ 1ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികളുടെ അവസാന യാത്ര, അന്ത്യവിശ്രമം കൊള്ളുന്നതും അവർ ഒരുമിച്ചാണ് എന്നുള്ള ദുഃഖകരമായ കാര്യം തന്നെയാണ്. വിവരണാതീതമാണ് ഈ വീട്ടിലെ അവരുടെ അവസ്ഥ. ആ കുട്ടികളെ അവസാനമായി കാണുന്നതിന് വേണ്ടി അവരുടെ ബന്ധുക്കളും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുള്ള ഒരുക്കത്തിലാണ് അവരുള്ളത്. വളരെ യാദൃച്ഛികമായിരുന്നു അപകടം എന്ന് പറയാൻ കഴിയുന്ന ഒന്നല്ല ഈ പനയമ്പാടത്തെ അപകടം. എല്ലായ്പ്പോഴും നിരന്തരം അപകടം നടക്കുന്ന ഒരു മേഖലയായി ഈ പനയമ്പാടം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ ഈ പ്രദേശം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മാറിയിട്ടുണ്ട്. ആ അശാസ്ത്രീയത കൂടിയാണ് ഈ കുട്ടികളുടെ മരണത്തിലേക്ക് എത്തിയത്. ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ പ്രശ്നത്തിൽ ഇടപെടുന്നതിന് വേണ്ടി ഇത്രയധികം മരണത്തിൽ കൂടി സാക്ഷിയാവേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. അതുതന്നെയാണ് ഇപ്പോൾ ഈ റോഡിനെ, ദേശീയപാതയുടെ അവസ്ഥയെക്കുറിച്ച് ശക്തമായ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ, നാട്ടുകാരുടെ ഇടയിലുണ്ട്. 4 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. 13 വയസ്സ് മാത്രം പ്രായമുള്ള 4 പെൺകുട്ടികളാണ് ഈ റോഡിൻ്റെ ഒരു അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്നും അശ്രദ്ധമായ വാഹനം ഓടിച്ചതിനെ തുടർന്നും മരണത്തിന് കീഴടങ്ങിയത്. അത് വളരെ ദാരുണമായ അന്ത്യം തന്നെയായിരുന്നു. അതുതന്നെയാണ് എല്ലാവർക്കും ഏറെ വിഷമകരമായി. ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ അവരിൽ നിന്നും അവർ പങ്കുവയ്ക്കുന്നതും അത് തന്നെയാണ്. ഈ രീതിയിൽ ഉള്ള വലിയ നിരാശയും അതുതന്നെ സങ്കടവും നിറഞ്ഞ ഒരു സ്ഥലം എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഇർഫാന ഷെറിൻ്റെ വീട്. തൊട്ടടുത്താണ് നിദ ഫാത്തിമയുടെയും റിദ ഫാത്തിമയുടെയും വീട്. ഏകദേശം ഒരു 300 മീറ്റർ മാത്രമാണ് ഇവരുടെ വീട്
വീടുകൾ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് ഇവർ രാവിലെ നടന്ന സ്കൂളിലേക്ക് പോകുന്നു, വൈകുന്നേരത്തെ പരീക്ഷ കഴിഞ്ഞ് ഒരുമിച്ച് വീട്ടിലേക്ക് വരുന്നു. വളരെ രസകരമായി അതാണ് നമ്മളോട് നേരത്തെ അജ്ന ഷിറിൻ രക്ഷപ്പെട്ട കുട്ടി പറഞ്ഞത്. ഇന്നലെ ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു. പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. അത്തരം പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആയിരുന്നു ഞങ്ങൾ നടന്നു വന്നിരുന്നത്. അതിനിടയിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വാഹനം ഇടിച്ചു വരുന്നതും മറിയുന്നതും. അതിനിടയിൽ ഇവർ പെടുന്നു. ഈ അജ്ന ഷെറിൻ മാത്രം ഒരു കുഴിയിലേക്ക് വീഴുന്നത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ അത്ഭുതകരമായ രക്ഷപ്പെടൽ തന്നെയായിരുന്നു. ആ കുട്ടി ഈ ഇർഫാനയുടെ വീട്ടിൽ ഇപ്പോൾ ഉണ്ട്. ഒരു അവസാനമായി കാണുന്നതിന് വേണ്ടി ഇവിടെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് ആ കുട്ടി. അപ്പോഴാണ് നമ്മളോട് ആ കുട്ടി വളരെ പ്രയാസത്തോടു കൂടി പ്രതികരിക്കുകയും ചെയ്തത്. എന്തായാലും അല്പസമയത്തിനകം ഈ മൃതദേഹങ്ങൾ പൂർണ്ണമായും അതാത് വീടുകളിലേക്ക് എത്തിച്ച് അവിടെ 8 മണി വരെ വീടുകളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ബന്ധുക്കൾക്കും പൊതുദർശനത്തിന് ശേഷം ഈ 4 മൃതദേഹങ്ങളും തൊട്ടടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റും. ആ ഓഡിറ്റോറിയത്തിൽ ആണ് 10 മണി വരെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ബന്ധുക്കൾ. അതിനുശേഷം തുപ്പനാട് ജുമാ മസ്ജിദിൽ തന്നെ പ്രത്യേകം കബറിടത്തിൽ ആണ് ഇവരൊക്കെ കബറടക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും നടക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ 12 മണിക്ക് മുമ്പ് ജുമാ നമസ്കാരത്തിന് മുമ്പ് തന്നെ ഇത്തരം ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി അതിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഇപ്പോൾ ബന്ധുക്കളും പള്ളിയുടെ ഭാരവാഹികളും എല്ലാം ഉള്ളത്. എന്തായാലും നാട്ടുകാരും ഈ ബന്ധുക്കളുമെല്ലാം അതീവ ദുഃഖിതരും വളരെയധികം പ്രയാസത്തോടു കൂടി തന്നെയാണ് ഇവിടെ കാത്തു നിൽക്കുന്നതെന്ന് തന്നെ പറയാം. ആതിര. കണ്ണീർ മാറിയിരിക്കുകയാണ് പാലക്കാട്. വലിയൊരു അപകടത്തിനാണ് ഇന്നലെ പാലക്കാട് സാക്ഷ്യം വഹിച്ചത്. സിമൻ്റ് ലോറി ഇടിച്ചു കയറിയാണ് 4 കുരുന്നുകൾ ഒരുപോലെ മരിച്ചത്. ഈ 4 വിദ്യാർത്ഥിനികൾക്കും വിട നൽകാൻ ഒരുങ്ങുകയാണ് ആ നാട്. 4 പേരുടെയും ഖബറടക്കം സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ നടക്കും. മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്ന് രാവിലെ ഏകദേശം 5:30 ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് സ്വവസതിയിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അധികം വൈകാതെ തന്നെ കല്ലടിക്കോട് ഇവരുടെ വീടുകളിലേക്ക് മൃതദേഹം എത്തും എന്നുള്ളതാണ് കരുതുന്നത്. ശേഷം 2 മണിക്കൂറോളം അവിടെ പൊതുദർശനമുണ്ടാകും. 10 മണിവരെ പൊതുദർശനം നീളും എന്നുള്ളതാണ്. അതിനുശേഷം 11 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക.